ഇതുപോലൊരു മധുഹൂത്ത് തിരുവനന്തപുരത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എവിടെയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ വേറൊരു കാര്യം, നിങ്ങൾ മലപ്പുറം കല്യാണ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മലപ്പുറങ്ങളുടെ സ്വന്തം കുട്ടൻ ബിരിയാണി, ഇത് രണ്ട് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലത്ത് വ്യത്യസ്ത ഇനത്തിലുള്ള നിരവധി ബിരിയാണി ഉണ്ട് കേട്ടോ. അതിനകത്ത് ഈ മലപ്പുറം കല്യാണ ബിരിയാണി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മലപ്പുറം കല്യാണ ബിരിയാണി തിരുവനന്തപുരത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്തുനിന്നും ഞാൻ കഴിച്ചിട്ടുമില്ല. ബിരിയാണി രണ്ടും പക്ക ദമ്മാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി നാടൻ മീൽസ് ഉണ്ടെങ്കിൽ അതും ഉണ്ട്. മീൽസ് പക്ഷേ ഒരു ആവറേജ് ആയിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഉച്ചയ്ക്ക് മീൽസും ബിരിയാണിയും മന്തിയും മധുഹൂത്തും ഒക്കെ അവരുടെ സെർവ് ചെയ്യുന്നുണ്ട്. മലപ്പുറത്തുള്ള ഒന്ന് രണ്ട് ചെറുപ്പക്കാർ നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത് കണ്ടോ. മധുഹൂത്തിൻ്റെ കുക്കറുകളാണ് ഇരിക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു 12:30-1 മണിയോട് കൂടിയിട്ട് മധുഹൂത്ത് റെഡിയാവും. തിരുവനന്തപുരത്ത് മധുഹൂത്ത് ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. മറ്റൊരു പ്രത്യേകത, ഇവരുടെ ഈ മധുഹൂത്തിൻ്റെ മസാലയുടെ കോമ്പിനേഷനാണ് അടിപൊളിയാണ്. ആ മധുഹൂത്ത് റെഡിയായിട്ട് ആ കുക്കർ തുറക്കുമ്പോൾ ഒരു മണം വരും. ജാമോനെ, ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ. അതിനുശേഷം ആ റെഡിയായ മധുഹൂത്ത് ഉണ്ടല്ലോ, ഒരു വലിയൊരു പാത്രത്തിലോട് ഇതുപോലെ ഇങ്ങനെ തട്ടിയെടുത്ത മധുഹൂത്ത് നല്ല ചൂടോടെ പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് കഴിക്കാൻ തരും. അടിപൊളിയാട്ടോ. ബിരിയാണിക്കും മന്തിക്കും മധുഹൂത്തിനപ്പുറം ചൈനീസിലും ഇവർക്ക് കുറച്ച് ഡിഫറെൻറ്റ് ഡിഷുകളുണ്ട് കേട്ടോ. ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണ്. അതിനോടൊപ്പം ചെറിയൊരു പുളിപ്പുള്ള ഒരു ചട്ടണിയും കൂടെ വെച്ചാണ് സെർവ് ചെയ്യുന്നത്. സംഭവം അടിപൊളിയാണ്. അതിനോടൊപ്പം അവർ കൊടുക്കുന്നത് ചില്ലി ചിക്കനാണ്. ഈ ചില്ലി ചിക്കനും ഈ ചിക്കൻ ഫ്രൈഡ് റൈസുമാണ്. ഇത് രണ്ടും അസാധ്യ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഇതൊരു സ്റ്റാർട്ടറാണ്, ഡ്രാഗൺ പനീർ. ഞാനിത് വെറുതെ പറയുന്നുള്ളൂ കേട്ടോ. അടിപൊളി ഡിഷുകളാണ് ചൈനീസിന് അവർ സെർവ് ചെയ്യുന്നത്. ഈ ഡ്രാഗൺ പനീറൊക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഫ്രഷ് ക്രീമും പനീറും എഗ്ഗും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഡിഷാട്ടോ. ഇതും ഒരു സ്റ്റാർട്ടറാണ്. ചൈനീസിലും ഒരു ഒരുപാട് ഡിഫറെൻറ്റ് ഡിഷുകൾ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ ഈ മധുഹൂത്താണ്. ഇവിടെ വന്ന് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട 2 ഡിഷുകൾ, ഒന്ന് ഇവരുടെ മധുഹൂത്തും മറ്റൊന്ന് ഇവരുടെ കല്യാണ ബിരിയാണിയാണ്. മധുഹൂത്ത് ഞാൻ പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ മസാലയ്ക്ക് ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. നല്ലൊരു മധുഹൂത്തൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് വയ്ക്കോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ അവർക്ക് കുഴിമന്തിയുണ്ട്, അൽഫഹമുണ്ട്, ഷവായി മന്തിയുണ്ട്, ഷവർമുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് എവിടെയെന്ന് അറിയണ്ടേ? തിരുവനന്തപുരത്ത് ആനയറ കിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ലഹുമ റെസ്റ്റോറൻറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.